ഗൈസ്, ഇത് നമ്മുടെ ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ നമ്മളിപ്പോൾ പൊന്മുടിയിലാണ് നിൽക്കുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ വ്യൂ? ഇതെൻ്റെ കസിനാണ്, എനിക്കൊരു ബ്രദറുണ്ട്. ദേ ഹലോ ഗൈസ്, വാട്സ്ആപ്പ്. എൻ്റെ പേര് മുഹമ്മദ് സുഹൈർ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നോക്കൂ, നിങ്ങൾ ഉറപ്പായിട്ട് ഇവിടെ വന്നാൽ നമ്മളെ കാണാൻ പറ്റും. നമ്മൾ 2 ഡേ ട്രിപ്പാണിത്. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങൾ ഞാൻ വീണ്ടും അറിയിക്കും. നെക്സ്റ്റ് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, വളരെ നിഗൂഢമായ വഴികളാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നിങ്ങൾ ഉറപ്പായിട്ട് ഇവിടെ വന്നാൽ നമ്മളെ കാണാൻ പറ്റും. നമ്മൾ 2 ഡേ ട്രിപ്പാണിത്. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങൾ ഞാൻ വീണ്ടും അറിയിക്കും. നെക്സ്റ്റ് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, വളരെ നിഗൂഢമായ വഴികളാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഈ വഴികൾ കൂടെയാണ് പോകുന്നത്. ഫാമിലിയാണ്. ഇവിടെ റെസ്റ്റ് പക്ഷെ ഒരു പുതിയ കാര്യം, ഇവിടെ എത്ര വന്നാലും ചൂട് കാണുകയില്ല. അത് ഡിസംബർ ആയത് കൊണ്ട് മാത്രമാണ്. വെയിലത്ത് വന്നാൽ നിങ്ങൾ കഴിയും. ഡിസംബറിൽ എല്ലാവരും വളരെ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. ഫാമിലിയായിട്ട് വരിക. ഓക്കെ, എൻ്റെ പാൻസൊക്കെ അവിടെ തളർന്നുകൊണ്ട് ഞാനും എൻ്റെ കസിനും കൂടി മുകളിലേക്ക് പോകുകയാണ്. ഇപ്പോൾ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. നമ്മൾ മുകളിൽ ഒരുപാട് മുകളിൽ നിന്ന് ഒരു വ്യൂ ഇരിക്കാൻ സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ അത് കാണിച്ചിരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇരിക്കാൻ. ഇവിടെ നമ്മുടെ കൂടെ വന്ന കുറച്ച് പേരും കൂടെ ഉണ്ട്. അവരെയും കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തില്ല. ഇവരാ കൊച്ചിപ്പ നമ്മുടെ കൂടെ. എൻ്റെ അമ്മയുടെ അച്ഛൻ, അമ്മയുടെ അമ്മ അവിടെ ഉണ്ട്. ഇതുപോലെ ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് 2-3 ഇതുപോലെ ഉണ്ട്. നിങ്ങൾ ഉറപ്പായിട്ട് വിസിറ്റ്. നിങ്ങൾക്ക് ക്ഷീണം വേണ്ടി കമൻറ്റ് ചെയ്യുന്നത് ഇതെന്തുവാന്ന് പറയുന്നത് കമൻറ്റ് ചെയ്യുക. പൊന്മുടി കാണുന്നവരൊക്കെ കാണുമല്ലോ, അവർ പറയുക. മുകളിൽ ഇതുപോലെ പേരൊക്കെ എഴുതി വയ്ക്കാം. ഒരുപാട് പേരൊക്കെ എൻ്റെ പേരിൽ എവിടെയാണ് എൻ്റെ പേരുള്ളത്? ഇവിടെ എൻ്റെ കസിൻ്റെ പേരായിട്ടും നോക്കുക. അതെ, ഈ സ്ഥലത്താണ്. ഇവിടെ സീറ്റില്ലാത്തൊരു കൂടുണ്ട്, ഒരു സീറ്റില്ലാത്ത കൂടുണ്ട്. അവിടെ നിങ്ങൾ നോക്കുക. ആദ്യമായിട്ടാണ് കപ്പലണ്ടി കഴിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കഴിച്ചു. നമ്മളിവിടെ കപ്പലണ്ടി കഴിക്കുകയാണ്. മീൻസ് പീനട്ട്. വേറൊന്നും വിചാരിക്കരുത്. അയ്യോ നിങ്ങൾക്കറിയോ പ്രവീണയും പ്രണവിനെയും? അവരിവിടെ വന്നിട്ടുണ്ട്. പുതിയ ബാഗ് എങ്ങനെയുണ്ട്? പിന്നെ അവിടെ പറയാൻ പോകുന്ന ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്, ഇവിടെ 9 മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടെ വരയാടുകൾ വരാറുണ്ട്. അതുപോലെ 6 മണിക്കൂർ കഴിഞ്ഞാൽ മരുത്തമാല എന്ന് പറഞ്ഞാൽ മഞ്ചാല മണച്ചാല എന്ന് പറഞ്ഞൊരു സാധനം വരാറുണ്ട്. പിന്നെ സീതാ തീർത്ഥം എന്ന് പറഞ്ഞാൽ അത് 3 മണിക്കൂറിൽ 5 മെമ്പേഴ്സ് വരാറുണ്ട്. അടുത്ത ഹിൽ സ്റ്റേഷനിലോട്ട് പോകും. അപ്പോൾ ഇവിടെ ഒരുപാട് നമ്മളോട് വന്നിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് അതെന്ത് മരമാണെന്നറിയോ? അതിൻ്റെ പേര് കമൻറ്റ് ചെയ്യും. ഒരു പുളിയില മരം ഉണ്ട്, അത് മാത്രം എനിക്കറിയാം. അവിടെ നോക്കൂ, അവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി എടുക്കുന്നത് ഇങ്ങനെ ഇടാൻ പാടില്ല. അവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. വലിയ സ്ഥലമാണ്. നമ്മൾ റോഡിൽ കൂടെ നടക്കുന്നത്. അതിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. ഇവിടെ പാറയാണ്. അതെ, ഈ കാറിലാണ് പോകുന്നത്. നമ്മളൊരു പുതിയ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളിവിടെ താമസിക്കുന്നത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയിട്ട് വരാം. അങ്ങോട്ട് അങ്ങോട്ട് നടന്നു പോകാം.
അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് വളരെ നല്ല ബ്യൂട്ടിഫുള്ളായ പ്ലേസാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ വരണം. ഇതെനിക്ക് തോന്നുന്നു റിസോർട്ട് എന്ന് തോന്നുന്നു. ഇത് പെറ്റിൻ്റെ കൂടാണെന്ന് തോന്നുന്നു. കണ്ടോ, ഇതെന്താ നിങ്ങൾ പറയൂ? ഇത് നമ്മുടെ പട്ടിക്കുട്ട. നോക്കൂ, ഇവിടെ വളരെ നല്ല ഗ്രീനറി പ്ലേസ് ഉണ്ട്. നമുക്കിവിടെ ഇരിക്കാൻ നല്ല രസമാണ്. ഇവിടെ നോക്കൂ, നമുക്ക് ഇവിടെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. ഇതെന്താണ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതെന്താണെന്നറിയാം നിങ്ങൾക്ക്? ഇതാണിത്, നല്ല രസമാണ്. നമുക്കിനി ഇതിൻ്റെ അകത്തേക്കുള്ള വിശേഷങ്ങൾ നോക്കാം. നമുക്കിത് ഓൾഡ് ഏജ്ലി നമുക്ക് നമ്മുടെ കുട്ടിക്കാലം ഇവിടെ വന്നാൽ ഓർമ്മ വരും. അതാണ് നമ്മുടെ ഗ്രാൻഡ് മദേഴ്സിൻ്റെ വീടൊക്കെ ഇതുപോലെയൊക്കെയാണ്. അകത്തേക്ക് പോകാം. ഓക്കെ, അപ്പം ഇത് ഒരു റൂം. അടുത്ത റൂമിലേക്ക് പോകാം. ഇത് നെക്സ്റ്റ് റൂം. നോക്കൂ, നമുക്ക് വേണ്ടി സെപ്പറേറ്റ് റൂമുണ്ട്. ഇങ്ങോട്ട് പോകാൻ നോക്കാം. ഇവിടെ അങ്ങനെയൊന്നുമില്ല. അതാണ് കിച്ചൺ എന്ന് തോന്നുന്നു ഗൈസ്. വീഡിയോ എടുക്കണോ? അത് എന്താണ്? അത് കിച്ചനാണ്. ഇപ്പോൾ നോക്കൂ, ഇത് ഒരു പുതിയ റൂമാണ്. ഇവിടെ ഉള്ള എൻ്റെ ഒരു വ്യൂ. ഇത് നോക്കി, കട്ടിൽ നോക്ക്. കട്ടിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ റൂമല്ല, വേറെ റൂമാണ്. ഇത് ഇവിടെ നമുക്ക് തുറന്നു നോക്കാം. ഇതിപ്പോൾ റൂമാണ്. ഞാൻ ഫുഡ് കഴിച്ച വീഡിയോ എടുത്തു. വീഡിയോ പറയാൻ പറ്റും, കാരണം അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അത് ആൾക്കാരുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ആരായാലും ഇടിച്ച് കയറിപ്പോവും. അങ്ങനെയായിരുന്നു അവിടുത്തെ അവസ്ഥ. അല്ല, നമുക്ക് ക്യൂവിൽ നിർത്തിയ ഫുഡ്. പക്ഷെ ക്യൂ ഇല്ല. ഒരു 54 ഫാമിലി ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇരിക്കാൻ സ്ഥലമില്ല. അത് മാത്രമല്ല, ഇരിക്കുന്ന സ്ഥലത്ത് ഒരുപാട് ആൾക്കാരുള്ളത് കാരണം. അതുമല്ല, നിങ്ങളുടെ വ്ളോഗർ ഒരു ജനലിലിരുന്നാണ് കഴിച്ചത്. ഞാൻ ഡൈനിങ് അമ്മയുടെ അച്ഛൻ്റെ കടയിലുള്ളയാ. ഇതെന്താ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഒരുപാട് കമൻറ്റ് ചെയ്യാനുണ്ട്. ഇതും കൂടെ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ എവിടെയാണ് പോകുന്നത്? അപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങാൻ പോവുകയാണ്. അതേ ഇവിടെ കിടന്ന് നാളത്തെ വിശേഷം ഞാൻ പിന്നെ അറിയിക്കാം. അപ്പോൾ നമ്മൾ രാവിലത്തെ വിശേഷങ്ങൾ നോക്കിയാണ്. ഇപ്പോൾ സമയം 6:36 ആയതോറും നമുക്ക് തണുപ്പ് പോയി നോക്കാം. നമുക്ക് കട്ട് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാനുള്ള തണുപ്പ് ഉണ്ട്. അതില്ല ഫ്രണ്ടിൽ പോയി നോക്കാം. ഇപ്പോൾ ബാക്ക് സൈഡും കാണിച്ചത് നമുക്ക് ഫ്രണ്ടിൽ പോയി നോക്കാം. കണ്ടിട്ട് മഞ്ഞ നിങ്ങൾക്ക് അവിടെ വെള്ളം വെള്ളത്തിന്, പക്ഷേ ഇത് വെള്ളം വെള്ളാതെ മഞ്ഞാണ്. പിന്നെ ഇത് ഈ വലിയ കുഴി നടക്കും നല്ല വെള്ളമുള്ള പോലെ തോന്നും, പക്ഷെ അത് മഞ്ഞ. ഇങ്ങോട്ട് നീ മഞ്ഞ് കാണാൻ പറ്റുന്നു, താഴെ മഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ചെരുപ്പില്ലാതെ ഇറങ്ങല്ലേ, കാലും നനയും. ഇതിൻ്റെ എൻട്രൻസ് കാണിച്ചത് ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പം ഇവിടെ ഒരു പൂവുണ്ട്. കട്ട യെല്ലോ പൂ ഇങ്ങനെ ഇതിൽ വരുന്ന ചെടി. ഇതെന്താ ചെടി നിങ്ങൾക്കറിയാമോ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചെടിയാണിത്. പിന്നെ എനിക്കിഷ്ടമാണ് ക്രിസ്മസ് ട്രീ. ഇഷ്ടമാണ്. അതിവിടെ ഇല്ല. നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ശ്രദ്ധിപ്പല്ലോ വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു 4 കാല ജീവിയുണ്ട്. നോക്കൂ, ഞാൻ കാണിച്ചു. കണ്ടോ ഗൈസ്, നിങ്ങൾക്കിത് എന്തോ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബിലോ. എന്താ നിങ്ങൾക്കറിയോ? ഗൈസ്, ഇറ്റ് ഈസ് റണ്ണിങ് ടുവേർഡ്സ് മീ. അയ്യോ, ഞാൻ നേരത്തെ നിന്ന സ്ഥലത്ത് ഈ സാധനം നിൽപ്പുണ്ട്. ഇതെന്താ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. കണ്ടിട്ടൊരു അനിമലാണെന്ന് മനസ്സിലായി. ഈ
പൊന്മുടി മാത്രം കണ്ടുവരുന്ന ഒരു സ്പെഷ്യൽ. അപ്പോൾ നമുക്കിതിനോട് വിശേഷങ്ങൾ ചോദിക്കാം. ഹലോ, വാട്ട് ഈസ് യുവർ നെയിം? ഇത് നമ്മളോട് വിശേഷങ്ങളൊന്നും പറയുന്നില്ല. അത് മുസ്ലിങ്ങൾക്ക് ഹറാമാണ്, ഞാൻ എന്നെ തൊടുന്നില്ല. നോക്കൂ, ഇതെന്താണെന്ന് അറിയാതെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. റെക്കോർഡ് ചെയ്യുന്നു. നമ്മളപ്പോൾ ഇന്ന് പോകാൻ പോവുകയാണ് വീട്ടിലേക്ക്. രാവിലെ എന്നാ പറഞ്ഞു, പിന്നെ ഇനി പട്ടി ഓട്ടിക്കാൻ വന്നു. ആ വീഡിയോ ക്ലിപ്പ് ഞാൻ ചിലപ്പോൾ മാറ്റും, ചിലപ്പോൾ ഇത് കാണും. എനിക്കിങ്ങനത്തെ ബെഡ് നമുക്ക് എനിക്കൊരു കാര്യം, എൻ്റെ കസിൻ ഇപ്പോഴാണ് എണീറ്റത്. പിന്നെ എൻ്റെ ബ്രദറിനെ ഞാൻ കാണിച്ചു. ഞങ്ങൾ പറഞ്ഞ മുകളിലൊരു റൂമുണ്ട്. അത് മുകളിലെന്ന് വെച്ചത് ഇതുപോലെ സ്റ്റെപ്പ് കയറി പോകണം. നമ്മളുള്ളത് ഇത് അവിടെയാ. ഗൈസ്, നിങ്ങൾ നോക്കുക, എന്നെ ഒട്ടിച്ച സാധനം തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുകളിലത്തെ അവിടെ എത്താറായി. സോ നമ്മൾ മുകളിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ, പക്ഷെ ഇവിടെ റൂം മാത്രമല്ല. ഞാൻ ചോദിച്ചു, കുതിരയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു മോഡൽ റൂം കാണിച്ചത്, ബാക്കി എല്ലാത്തിനും ആളുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് റൂം ഇരിക്കുന്നത്. എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട്. അവിടുത്തെ ലൈറ്റ് നോക്കൂ. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ബാത്റൂം നിങ്ങൾ നോക്കിയിട്ട് എന്തൊരു വീട്. ഇവിടെ അലമാര, ഹാളിൽ പോലും ഇല്ലാത്ത അലമാര ഇവിടെ. ഈ കുതിരയെ കണ്ടോ, ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ കസിൻ ഇപ്പോൾ ഇരിക്കും. അത്യാവശ്യം വലിയൊരു കുതിരയാണ്. നമുക്ക് രണ്ട് കസേര അടുപ്പിച്ചിരുന്നത്. എൻ്റെ കൈ വെച്ച് നോക്കൂ. അതെ, ഒരാൾക്ക് കൂടെ വേണമെങ്കിലും ഇരിക്കാം. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തത് എപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്നൊരു വെള്ളം തിളപ്പിച്ചിട്ട് കുടിച്ച് നിങ്ങളെ കാണിക്കാം. ഇന്നല്ല, അവിടെ കാണുന്ന ബംഗ്ലാവ് ഉണ്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് പ്ലേസ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്. അതിൻ്റെ അവിടെ വാട്ടർഫോൾസൊന്നും നിങ്ങൾ കണ്ടോ. ഇത് റിയൽ നേച്ചറിൽ നിന്ന് വരുന്ന വെള്ളമാണ്. മീൻസ് പാറയിൽ നിന്ന് വരുന്ന വെള്ളമാണെന്നാണ് പറയുന്നത്. ഇത് വിശ്വസിച്ച് കുടിക്കാം. ഇല്ല ഒരു തരത്തിലുള്ള കെമിക്കൽസോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഞാൻ അടുത്തേക്ക് പോയി കാണിച്ചു തരാം. കസിൻ നിൽക്കുന്ന അവിടെ ചെന്ന ഒരു വീഡിയോ നമുക്കെടുക്കാം. അപ്പോൾ ഗൈസ് നോക്കൂ, നിങ്ങൾ കാണാൻ പറ്റും. എൻ്റെ അമ്മ മുകളിലേക്ക് വിടുന്നില്ല. ഞാൻ എന്തായാലും വലുതാകുമ്പോൾ ഒറ്റയ്ക്കൊരു മല കയറുന്നത്. എൻ്റെ അമ്മ എൻ്റെ കസിൻ എന്നത്തേക്ക് വിടുന്നില്ല. ഞാൻ പക്ഷെ ഇവിടെ പാറയിൽ അവിടെ ഇരുന്നൊരു വീഡിയോ ചെയ്യുകയാണ്. ഇവിടെ തേയില എടുക്കുകയാണ്. കുഞ്ഞു നാളെ തേയില നമ്മൾ ഇവിടെ ഇങ്ങനെ നമ്മൾ ഈ പൊന്മല ഇവിടെ ഇങ്ങനെ മല കയറി ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ കൂടെ കയറിയാൽ നമുക്ക് കാണാൻ പറ്റും തേയില പാക്കറ്റിൽ ആക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ പാവുന്നുണ്ട്. ഇങ്ങനെ കൈ നീട്ടി വെച്ചിരിക്കുന്നത്. വണ്ടിയൊക്കെ വരുമ്പോഴേക്കാ ഇങ്ങനെ നീട്ടി വെച്ചിരിക്കും. നമുക്ക് രാവിലെ നല്ല ചായ ഉണ്ട്. നിങ്ങൾക്കിത് എന്ത് പേരറിയാമെന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ കസിൻ ഇവിടെ പൊറോട്ട കഴിക്കുന്നു. പൊറോട്ട കഴിക്കാം. ഇപ്പം ചായ കുടിക്കാം. ഇപ്പോൾ കുഴപ്പമില്ല. ഇവർക്ക് ചായ ഇഷ്ടമൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു കാണിച്ച കമ്മൽ അത് ഒടിഞ്ഞുപോയി രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ.
എൻ്റെ ബ്രദർ കുറച്ച് നേരം എണീറ്റ് ഞാൻ തേടി നടന്നപ്പോൾ കണ്ടില്ല. പിന്നെ എവിടെ പോയിരുന്നു. ഹലോ ഗൈസ്, വാട്സാപ്പ്. പുതിയൊരു ജീവി വന്നിട്ടുണ്ട്. അവിടെ നമ്മളകത്ത് അപ്പം നമ്മളകത്ത് വന്ന് കാണാൻ പുറത്ത് കുറേ അനിമൽ ഒക്കെ എന്താണെന്നറിയാം. ഞാനും ഒരു പൊറോട്ട ഒന്നല്ല പകർന്നു. ഒന്നല്ല വേറിരുന്ന ഇതുള്ളല്ലേ. മധുരമുള്ളത് ഉപ്പ് ഇട്ട് വെച്ചേക്കണം. ഇവിടെ ഫ്ലാസ്കിലിരിക്കണം. മധുരമുള്ളത് മധുരമുണ്ട് നല്ല മധുരമുണ്ട്. നല്ല മധുരമുണ്ടത്. എനിക്കിതുപോലുള്ള എസ്തെറ്റിക് ട്രിപ്പ് വളരെ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ നാട്ടിൽ ഇത് കിട്ടാറേ ഇല്ല. എനിക്കറിയില്ല, ഞാൻ എല്ലായിടം പോയത് പക്ഷെ ഒന്നും കൊള്ളതില്ല. ഇത് ചെറു നല്ല ഭംഗിയുണ്ട്. വീട്ടിൽ തന്നെ എക്സ്ട്രാ ഷുഗർ ഉണ്ട്. ഇത് ചായക്ക് വേണ്ട പോലെ ഇനിയല്ലേ മറ്റേത് എടുക്കണം, മറ്റേ വീഡിയോ പൊന്മുടി അഭിപ്രായം ഗൈസ്, നമ്മളപ്പോൾ ഇവിടുന്ന് പോകാൻ പോവുകയാണ്. നമുക്ക് എല്ലാ റൂമുകളും ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മൾ ഉറങ്ങിയത്. ദേ റൂം. Drink water from them. We can also drink water. This is very true. അപ്പം എൻ്റെ അടുത്തുകൂടെ ചോദിച്ചോക്കാം ടൂർ എങ്ങനെ ഉണ്ടായിരുന്നു. അടിപൊളി. പിന്നെ എൻ്റെ അമ്മയുടെ അച്ഛൻ പുറത്ത് പോയിരിക്കുകയാണ്. അവരും കൂടെ വരുമ്പോൾ നമുക്ക് അഭിപ്രായമായിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ്, ഇത് എൻ്റെ ഫസ്റ്റ് വ്ളോഗ്. നിങ്ങൾ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അടുത്ത പിന്നെ വീഡിയോ ചെയ്യാൻ പറ്റുമല്ലോ. ലൈക്കും സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, എനിക്ക് വേറെ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ മാക്സിമം സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരൻ പറയാം, പട്ടിക്കുട്ടൻ. ഹൗ ഈസ് ഇറ്റ് അവർ ട്രിപ്പ്? It was really nice. I like it.